കുടുംബത്തിൽ കയറി ഓൻ കളിച്ചിക്കണോ ഓനെ ഞാൻ ഇവിടെ പുറത്തേക്ക് ഇതുവരെ നാട്ടിൽ കാലം വന്ന് വെല്ലുവിളിച്ചതിന്റെ ഓനോട് ആണാണെങ്കിൽ നിങ്ങളെ മോനെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഓനോട് നാട്ടിൽ കാലത്താൻ പറയും. ഇങ്ങനെ ഞാൻ ബാക്കി കാണിച്ചല്ല. എന്നാ ഓക്കെ പോലെ ഹായ് എന്താ പാടെ സുഖല്ലേ? ഇപ്പൊ വന്ന് കേറിയിട്ടുള്ളൂ. പിന്നെ ഞാൻ മറ്റൊരു വീട്ടിലൊന്ന് പോയിരുന്നു. അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ വിട്ടുള്ളൂ. പിന്നെ മാത്രമല്ല സാജിദ എന്റെ വരിക്ക് വന്നമായി ഉള്ള എന്താ പറയാ വീഡിയോ ഇടാൻ ഞാൻ അത്ര ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല. അപ്പൊ ആ വിഷയങ്ങളെ കുറിച്ചിട്ട് എന്തായാലും ഞാൻ ഇന്നും നാളെ ആയിട്ട് പറയാം. കാരണം ഇന്ന് രാവിലെ തുടങ്ങിയ ഓട്ടാണ്. പിന്നെ ഇപ്പൊ പൊതുവെ ഞാൻ പകൽ ഇങ്ങനെ ബിസി ആവുകൊണ്ട് രാത്രി വീഡിയോ ചെയ്യല്. ഞാൻ മിനിഞ്ഞാന്ന് ഇട്ട വീഡിയോ ഞാൻ പറഞ്ഞത് ഞാൻ 1/18 ഞാൻ വീഡിയോ ചെയ്യാതിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ രാത്രിയാണ് ഞാൻ അധികം വീഡിയോ ചെയ്യാൻ ഇപ്പൊ ഇരിക്കല്. പിന്നെ അധികം എന്നോട് ആരും ഒന്നും ചോദിച്ചില്ല. കാരണം ഇതിനെ കുറിച്ച് ബോധ്യമുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് എന്നോട് അധികം ആരും ചോദിച്ചിട്ടില്ല. ചോദിച്ച 2-3 ആൾക്ക് ഇല്ല ഞാൻ ഒരു റിപ്ലൈ ആണ് ഞാൻ കൊടുക്കണേ. എന്റെ സാജിദയുടെ ചാറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഞാൻ തയ്യാറല്ല. കാരണം എന്താ അറിയോ, അങ്ങനെ നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്താൽ നമ്മളത് വലിയ സംഭവമാക്കി എടുത്തുകൂന്ന് ഓൾക്ക് തോന്നും. അങ്ങനെ തോന്നാൻ ഞാൻ സമ്മതിച്ചില്ല. ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചുരുക്കി ഞാനൊരു ചെറിയ വേർഡ് പറയാം. ഇവള് ഞാൻ ഷെരീഫ് അഞ്ഞായി ഞങ്ങളിപ്പോ ഒരുമിച്ച് ഉമ്മറക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തില്ല. അത് ആ ഡേറ്റുകളൊന്നും നോക്കി ആ വീഡിയോ എത്തുന്നുണ്ട്. ഈ ഡേറ്റ് ആണ്. എത്രയാണ് ഡേറ്റ്? ഫെബ്രുവരി 18. അതായത് ഫെബ്രുവരി 18 ഞങ്ങൾ കണ്ടുമുട്ടിയത്. അന്ന് എന്നെ ഓൾ ആ വീഡിയോ ഇട്ടു. അതായത് നോമ്പിന്റെ നേരെ തലേ ദിവസം ഫെബ്രുവരി 19 നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഫെബ്രുവരി 19 ചാറ്റാണത്. ആ ചാറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ വീഡിയോസിൽ പിന്നെ ഞാൻ യൂട്യൂബിൽ നിന്ന് എല്ലാം കളഞ്ഞു. അപ്പൊ എനിക്ക് 2 ചാനലുണ്ട് വീഡിയോസ്. അപ്പൊ അതിലുണ്ട് എടാ ഒന്ന് കളയടാ പ്ലീസ് ഞാൻ കാല് പിടിച്ചാ ഒന്ന് കളയ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓള് വന്നത്. ആ വന്നതിനും ഓള് പറഞ്ഞതിനും മാത്രമാണ് ഞാൻ അവിടെ മറുപടി കൊടുത്തത്. പിന്നെ കുളിക്കുകയാണ് വൈഫ് ഉറങ്ങി എന്നുള്ളതിന് ചുരുക്കി പറഞ്ഞുതരാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇവൾ ഈ സമയത്ത് മെസ്സേജ് വിട്ടപ്പോ ലോകത്ത് ഏത് പെണ്ണിന്റെ അടുത്തേക്ക് പോയാലും ഒരിക്കലും ഷെരീഫ് ഈ വിഷയത്തേക്ക് ഒന്നും പറഞ്ഞു പോകില്ല. അത് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം എല്ലാവർക്കും അറിയാൻ ഒരു കാര്യമാണ്. വലിയൊരു സംഭവമാക്കി കൊടുക്കുക ചാറ്റ്. കുറെ ഉണ്ട്. അപ്പൊ ഇനിയും ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാൻ കിടപ്പാണ് അല്ലെ. അപ്പൊ ഞാൻ ഷോപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ രാവിലെ കണ്ടിരിക്കണ ഈ വീഡിയോ. അപ്പൊ അത് കണ്ടപ്പോ നമുക്ക് എന്താ വെച്ചാൽ ഷെരീഫിനെ പറഞ്ഞ പതിരി ഞങ്ങൾ സാജിന്റെ വീഡിയോസ് ഇടുന്നതിൽ കൂടെ തന്നെയാണ് ഞങ്ങൾ കമ്പനി ആയത്. ഇപ്പോ എത്രയോ ആയി അവനായിട്ട് ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. നമ്മൾ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ള എന്തെങ്കിലും അറിയാനുള്ളത് ഉണ്ടെങ്കിൽ അത് ചോദിക്കും. ഓനും അതുപോലെ നമ്മളോട് എന്തെങ്കിലും ചോദിക്കും. അതല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ഈ ചാറ്റിങ്ങിലും ഇതിലൂടെ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിശ്വാസമാണ് ഒരു സഹോദരൻ എന്ന നിലക്ക് അവനോട് സംസാരിക്കാനും ഏത് പാതിരാക്കും എന്തും ചോദിക്കാനും കേട്ടാ. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഇതുപോലെ തന്നെ ഷെരീഫിന് നല്ല വിശ്വാസമാണ്. പിന്നെ അത് മാത്രല്ല ഇപ്പൊ ഈ ഞാൻ സാജിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞെന്നുണ്ടപ്പം നമ്മൾ കേട്ടപ്പോൾ അന്ന് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്ന കാര്യമാണ്. പിന്നെ ഞാനിപ്പോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ ആരിഫതാത്ത പിന്നെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് എന്താ അങ്ങനെ എന്താ അല്ലെ എല്ലാവരും വീഡിയോ പിന്നെ പേഴ്സണൽ ചാറ്റ് ചെയ്തിട്ട് എന്നോട് സംസാരിച്ചുള്ള കാര്യമാണ്. അത് അവരുടെ വിഷയമാണ്. അവർക്കത് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ബാക്കിൽ അവർക്ക് എന്താണ് വെച്ചാൽ അതായിരിക്കും. നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവരെ സബ്ജക്റ്റ് അല്ലേ. അത് അവര് ഇല്ലാതാക്കുന്നതും കൂട്ടുന്നതും ഒക്കെ അവരെന്നല്ലേ. അപ്പോ അതങ്ങനെ ആയിരിക്കും എന്ന് പറയും. പക്ഷെ ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു കളി നടക്കുന്നുണ്ടെന്ന് നമുക്കൊന്നും അറിയില്ല. ഇവള് ഭയങ്കര സംഭവമായിട്ട് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് ഇങ്ങനെയല്ല. ആദ്യം കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് വീട്ടിലൊക്കെ വന്നിട്ട് അവന്റെ വീട്ടിൽ പോയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഇതാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവൾക്ക് ഷെരീഫിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒരു ചാറ്റ് ഇട്ടിട്ട് ഇവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചിട്ട് ഇറിറ്റേഷൻ ചെയ്യിപ്പിച്ചിട്ട് അത് വീണ്ടും വഷളാക്കേണ്ട ആവശ്യത്തിന് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അവള് ഉദ്ദേശിച്ചു വന്നത് തന്നെയാണ് ഇതൊരു സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ, അതായത് രേണു സുധി, നജില ഷാൻ അങ്ങനെ ഒരു ജോഡികളായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പം അതൊരു സംഭവ വികാസമായിട്ട്, അതായത് എന്താ പറയാ, നാറിയിട്ട് കേറുക എന്നുള്ളതാണ്. ആദ്യം നാറുക പിന്നെ കേറുക. പിന്നെ കയറി കഴിഞ്ഞ് വലിയ ആളായി കഴിഞ്ഞാല് നമ്മളെ സംഭവ വികാസമായിട്ട് എല്ലാവരും നമ്മൾ കാണും എന്ന് തോന്നുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഷിയാസ് കരീം ആക്കെ തന്നെ പിന്നെ നാറിയിട്ട് മേലേക്ക് കയറുന്നവരാണ്. അപ്പൊ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ ആൾക്കാരായി. പിന്നെ ഉദ്ഘാടനം മുതൽ എല്ലാം അങ്ങോട്ട് ആയി. രേണുസുധീന്റെ ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താണ് അതിലുള്ളത്? അപ്പൊ കേൾക്കുന്നൊക്കെ എന്താണ്, കാണുന്നൊക്കെ എന്താണ്? ഇതുപോലെ എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ അതുപോലെ ഒന്ന് ആയിട്ട് ഇനിയും വരണം എന്നുള്ള ഒരു ഇതിലാണ്. പിന്നെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിന്യൂ ലൈവ് ഇട്ടോക്കാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൂടി വരും. അത് വേറെ കാര്യം. പിന്നെ കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ഉണ്ട്. അത് ഇത്രയും കാലം ഉണ്ടായിരുന്നു, അപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ഈ പിന്നെ കൂടെ നിന്നിട്ട് നണ്ണാൻ തന്നിരുന്നവരും ചെലവിന് തന്നിരുന്നവരും
കൂടെ കൊണ്ടുവരുന്നവരും വണ്ടിയിൽ ഇട്ട് കൊണ്ടുവരുന്നവരും റൂം എടുത്ത് തന്നിരുന്നവരൊക്കെ പിന്മാറിയിരിക്കുന്നത്. കാരണം അത്രയും പൈസ ഒന്നും ഇപ്പൊ കയ്യിൽ വരുന്നില്ല. ഇപ്പൊ അത്യാവശ്യം കഞ്ഞിയോ പയറോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, കോഴിമുട്ട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് തിന്നാനുള്ള ഒരു ഇതാണ് വരുന്നത്. അപ്പൊ പറയുന്നുണ്ട് ഞാന് പിന്നെ എടാ എനിക്ക് തരാനുള്ള ഒരു എവിടെയാണെങ്കിലും എനിക്ക് അയച്ചു തരൂടെ, എന്റെ മക്കൾക്ക് അയച്ചു തരൂടെ, എവിടെ അയച്ചു തരണേ, എങ്ങനെ മക്കൾക്ക് തരണേ. പിന്നെ പറയും ഒന്നുമില്ല, ഒരു പൈസ നമ്മളെടുത്തില്ല, നമ്മള് അത്രയും കഷ്ടപ്പാടിലാണ്, അത്രയും പ്രയാസത്തില. പിന്നെ പറയും എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ തരുന്നുണ്ട്. എടി ഒരു നേരം നല്ല രീതിയിൽ നിന്നെ നല്ല രീതിയിൽ ജീവിക്കാൻ സമ്മതിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, അവരെല്ലാരും കൂടിയിട്ട് 100 രൂപ തന്നാൽ മതി എനിക്ക് പെര വെക്കാനും സ്ഥലം വെക്കാനും എന്ന് പറഞ്ഞില്ലേ, എന്തേ അതിന് നീ ഇറങ്ങിയല്ലോ. എന്തുകൊണ്ടാണ്? ആൾക്കാർക്ക് അറിയാം നിന്നെ പ്രകോപിപ്പിച്ച് നീ പറയുന്ന കാര്യങ്ങൾ ആസ്വദിച്ച് പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ട് അത് ആസ്വദിച്ചിരിക്കാൻ ടൈം പാസിന് വരുന്നവർ മാത്രമാണ്. അതിന് കുറച്ച് ആൾക്കാർ നിന്റെ സൈഡ് ഇങ്ങനെ പറഞ്ഞു തരും. അപ്പൊ നീ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും, നീ ഇങ്ങനെ കുറങ്ങനെ പിന്നെ ഇതിലും പിന്നെ എന്താ പറയാ പൂമാല കിട്ടിയ മാതിരി ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. മറ്റുള്ളവർ അത് കാണാൻ ഷോ കാണാൻ നിൽക്കും. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ നിന്നെ അത്രയും ആത്മാർത്ഥത്തോടെ സ്നേഹിക്കുന്നവർ ഇതാക്കണം. എത്ര ആൾക്കാർക്ക് സമൂഹത്തിൽ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വന്നവർക്കും പോയിട്ട് നെജിലാക്ക് വരെ വീട് വെച്ച് കൊടുത്തില്ലേ, പൈസ അയച്ചു കൊടുത്തിട്ട് എത്ര 25 ലക്ഷത്തിന് മേലെ നെജിലാക്ക് കിട്ടിയില്ലേ, സ്വർണ്ണങ്ങൾ കിട്ടിയില്ലേ, മറ്റുള്ളത് കിട്ടിയില്ലേ, കാറും ബംഗ്ലാവും ഒക്കെ എടുത്തില്ലേ. അപ്പൊ എന്താ അത്രയും എങ്ങനെ ഉണ്ട്? ഇത് അതുമല്ല. അതായത് സമൂഹത്തിൽ സോഷ്യൽ മീഡിയന് മുന്നിൽ കണ്ണി കണ്ട ചെറുപ്പക്കാരുടെ പേര് മൊത്തം ഇട്ടിട്ട് ഷോർട്സ് ചെയ്യുക, മഹർ കാണിക്കുക, അവന്റെ മഹർ കഴുത്തിലുണ്ടെങ്കിൽ മറ്റവന്റെ മഹറിന് പേര് എഴുതാൻ കൊടുക്കുക, മറ്റവനോട് മഹറിന് പൈസ അയച്ചു തരാൻ പറയുക, എന്നിട്ട് വേറൊരുത്തന്റെ ഒപ്പം പിന്നെ ടൂർ പോവുക, വേറൊരുത്തന്റെ ഒപ്പം പിന്നെ റൂമിൽ പോവുക, പിന്നെ അങ്ങനെ കളിക്കുക ഇങ്ങനെ കളിക്കുക. അപ്പൊ അതൊക്കെ ജനങ്ങള് അതും എവിടെ പൂത്തിവെക്കൊന്നല്ല, പേഴ്സണലായിട്ട് ചെയ്യുമല്ല, അതൊക്കെ മൊത്തം ഇങ്ങോട്ട് കൊടുത്ത് കൊട്ടാണ്. എന്താ ഞാൻ സംഭവ വികാസം എനിക്ക് മാത്രമേ ഉള്ളൂ, നിങ്ങളൊക്കെ കണ്ടോളൂ, നിങ്ങൾക്കൊന്നും കളി അറിയില്ലല്ലോ എന്നും പറഞ്ഞിട്ട് നീ കൊടുത്തിട്ടാണ്. അപ്പൊ അത് ഇത് മനുഷ്യന്മാരെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതായത് ചെലവിന് തരണം എന്ന് ഉദ്ദേശിക്കുന്നവരും സൈഡിൽ നിൽക്കുന്നവരും മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെന്തിട്ടണം, അവൾക്ക് പേര് വെച്ച് കൊടുത്താൽ അവള് വേറെ കളി കളിക്കും, നമ്മളെ കണ്ട് തള്ളും എന്ന് പറഞ്ഞിട്ട് ആരും അതിന് നിൽക്കണില്ല. അല്ലെങ്കിൽ അത് നോക്കിയാൽ മതി. ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആത്മാർത്ഥമുള്ളവരാണെങ്കിൽ എന്നോ എനിക്കൊരു വീടും കൂടി കാര്യങ്ങളായിട്ട് നിനക്ക് നിൽക്കായിരുന്നു. അത് നടക്കണില്ലല്ലോ, അതിൽ തന്നെ എനിക്ക് മനസ്സിലാക്കൂടെ. പിന്നെ നക്കാപ്പിച്ചെന്ന് പറഞ്ഞ സാധനങ്ങൾ ആരായാലും തരും. അപ്പൊ മറ്റുള്ളവർ പുറത്തു കൂടെ പോകുന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അയലവ് ഇട്ട് കൊടുക്കണം, ഇതാക്കണ പറയുന്നത് എന്തെങ്കിലും ചില്ലറ പൈസ കൊടുക്കണേ, അതിന് സ്കൂൾ കുട്ടികൾക്കൊക്കെ എത്ര പോരാണ് ചാറ്റ് ചെയ്യാൻ വേണ്ടിട്ട് റീചാർജ് ചെയ്ത് കൊടുക്കണേ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എത്ര നടക്കുന്നുണ്ട്. അതിലൊന്നാണ്ട് കിട്ടും ടൈം പാസിന് ഒരു 10, 100 രൂപ, 200 രൂപ, 500 രൂപ, അല്ലെങ്കിൽ 1000 രൂപ, 2000 രൂപ, ആർക്കും ഫുള്ള് വിലയാണ്. അതൊരു തന്നെ ടെൻഷൻ അടിച്ച് വരുമ്പോ ഒരു ലക്ഷം നേരം വർത്താനം പറയാന്നൊക്കെ ഉള്ള ഒരു തന്നെ. അങ്ങനെയുള്ള തരല്ല. എങ്ങനെ അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ട് നമ്മൾ മറ്റുള്ളവരെ ഇട്ടിട്ട് എന്താ പറയാ ഇറിറ്റേഷൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാല് നേരെ ഉൾട്ടടിച്ച് നമ്മൾ പെണ്ണുങ്ങളല്ലേ, മറ്റുള്ളവർ മുങ്ങൂലേ, ആണുങ്ങൾ മുങ്ങൂലേ, അതുപോലെ തന്നെ അവർ വേണമെങ്കിൽ ഒന്നാവും ചെയ്യും, പ്രശ്നങ്ങളൊക്കെ അങ്ങനെ സോൾവ് ആവും ചെയ്യും. അപ്പൊ നമ്മളെ പേരല്ലേ ചീത്ത പേരായിട്ട് കിട്ടാൻ. 5 ആമക്കളായതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകും. എന്തായാലും വേണ്ടില്ല, ഷെരീഫിന്റെ വീഡിയോ ഇനി വരാൻ കിടപ്പാണ്. അപ്പൊ നമുക്ക് കാണും ചെയ്യാം. ഈ ഫാത്തിസ് എന്ന് പറയുന്ന ഈ വ്യക്തിനെ പറ്റിയിട്ട് ഇതുവരെ നമ്മൾ അറിഞ്ഞതില് എത്രയും ചീഞ്ഞു നാറിയ സാധനമാണ്. ഇതിന്റെയൊക്കെ വീഡിയോസ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നുണ്ട് അല്ലെ. പല പെണ്ണുങ്ങൾ, ഒരു പെണ്ണൊക്കെ അപ്പൊ നാളെ 2-3 വീഡിയോസ് ആയി ഇങ്ങനെ ഇടുന്നു. അവര് എന്താ കമന്റ് ഇട്ടിട്ട് അങ്ങനെയാണ് പറയുന്നത്, സത്യം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതെടുത്തിട്ട് ആ വീഡിയോ ചെയ്തിട്ടുമില്ല. എന്താ വെച്ചാൽ കമന്റ് ഇട്ടിട്ട് ആ കമന്റ് കണ്ടിട്ട് ചാനലിൽ വന്നിട്ട് അവള് ചാനൽ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അതിന് ഫോട്ടോസ് അവളെ ഭർത്താവിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ ഇടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ തന്നെ നമ്മൾ കാണുന്നുണ്ട് കണ്ണി കണ്ട പെൺകുട്ടികളൊപ്പം നിന്നിട്ടുള്ള, പെണ്ണുങ്ങളൊപ്പം പെൺകുട്ടികളൊപ്പം നിന്നിട്ടുള്ള ഓരോ വീഡിയോ ഷോർട്ടായിട്ട് നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അത് സ്വന്തം മക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എമ്മല്ലാത്ത ഒരു പെണ്ണിനായിട്ട് കൊഞ്ചി കൊഴിഞ്ഞ അത് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട്, നമ്മൾ സ്കിറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, ഷോർട്ട് മൂവി ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ അതിൻ്റെതായ സബ്ജക്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് വിഷയം വേറെ, അത് കണ്ടന്റ്. ഇത് ലൈഫ് എടുത്തിട്ട് നമ്മൾ കണ്ടന്റ് ആക്കിയിട്ട് ചെയ്യുമ്പോൾ അത് നമ്മളതായിട്ടുള്ള മക്കളെ അമ്മയായിട്ട് അവിടെ നോക്കി നിൽക്കുക, എത്രമാത്രം വിഷമം ഉണ്ടാവും. എന്നിട്ട് ആ സ്ത്രീന്റെ കുട്ടീനെ ഒരു സെക്കൻഡില് ഒരു നിമിഷം കൊണ്ട് അതിന്റെ അടുത്തുനിന്ന് പറിച്ചു കൊണ്ടുപോവുക. എന്നിട്ട് ആ കുട്ടികളെ വെച്ചിട്ട് ഇതിങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ട് ആ അമ്മക്ക് കാണിച്ചു കൊടുക്കുക, ഒരു പ്രതികാര ബുദ്ധി. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇതിനൊക്കെ ഒപ്പം നിന്ന് ആ സ്ത്രീനെ പൂവിട്ട് പൂജിക്കണം. കണ്ടറിഞ്ഞോ അത്. പിന്നെ സാജിദ സാജി ആയാലും ഇനിയിപ്പോ ഏത് കോജി ആയാലും വേണ്ടില്ല, പോകുന്നവർ ശ്രദ്ധിച്ചോളി, ജീവനോടെ വരും എന്നുള്ളത് തോന്നുന്നില്ല. കാരണം അങ്ങനത്തെ ലെവലാണ് അവന്റെ ഒക്കെ പ്രവൃത്തി നമ്മൾ കണ്ടുകൊടുത്തോളം. ഒരു പിന്നെ എന്താ പറയാ സംസാരത്തിലും ആ പ്രവൃത്തിയിലും ആ വസ്ത്രധാരണത്തിലും ഒക്കെ ഒരു റൗഡിത്താണ്. അത് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തായാലും വേണ്ടില്ല, ഞാനിപ്പോ പോകുന്ന സമയത്ത് ഞാൻ വീഡിയോ കണ്ടപ്പോൾ ലേശം ഒന്ന് വർത്താനം പറഞ്ഞോളൂ. അപ്പൊ ഓക്കെ, നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഷെരീഫിന്റെ വീഡിയോസ് ഇട്ടിട്ട് അപ്പം കാണാം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.